സുധിച്ചേട്ടന്റെ ആ ഒരു ഇതും ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും കുത്തുവാക്കുകൾ കേൾക്കേണ്ട വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഒരുപാട് സൈബർ ബുള്ളിങ് ആണെങ്കിലും കേൾക്കേണ്ട വരുന്നുണ്ട്. അതുപോലെ ചേച്ചി കാണുന്നല്ലോ ഓരോ സോഷ്യൽ മീഡിയയിൽ കൂടെ. അല്ല ചേച്ചി കേൾക്കുന്നുണ്ടല്ലോ രമ്യ ചേച്ചി. സഹോദരി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി സഹോദരി പിടിച്ചിരുത്തി വീഡിയോ എടുക്കുന്നത് ഒന്ന് നിർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഉള്ള കാര്യമല്ലേ പറയുന്നത്. എന്തുപാട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ ഉള്ള 100% കാര്യം ഞാൻ പറയാം. ഒരു 2 ആഴ്ച മുന്നേ രേണുസുതി കണ്ടന്റ് ആരും ചെയ്യേണ്ടായ ഒരു സാധനമാണ്. കാരണം ഒന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല ആരും. കാരണം രേണു മണ്ടത്തരം വിളിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ആർക്കുമെതിരെ രേണു വരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്ത്, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും നിർത്തി, ഞാനടക്കം നിർത്തി, വേറെ കണ്ടന്റുകൾ ചെയ്ത് പോയി. അങ്ങനെ പോയി നമ്മുടെ കാര്യം നോക്കി നമ്മളും പോയപ്പോൾ ഒരു പൊട്ടിത്തെറി പെട്ടെന്ന് മൂവി വേൾഡിൽ എൻ്റെ തമ്മിലടക്കം എടുത്ത് വെച്ചും കൊണ്ടൊരു ഇൻ്റർവ്യൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പോട്ട്, നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. പക്ഷേ കിച്ചു അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെ വീണ്ടും നിങ്ങളൊക്കെ എല്ലാവരും ഡ്രാഗ് ചെയ്തിടുന്ന, അവനെ ഫോക്കസ് ചെയ്ത് ഇൻ്റർവ്യൂ എടുക്കുന്ന? എനിക്ക് ആ ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ. രമ്യ ചേച്ചിയുടെ അടുത്തായാലും മാന്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവനെ വീണ്ടും ഇതിൻ്റെ അകത്ത് ഡ്രാഗ് ചെയ്തിടുന്നത് എന്തിനാ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളൊക്കെ റീച്ച്, കണ്ടന്റ് ഓക്കെ, എല്ലാം ഓക്കെയാണ്. പക്ഷെ അവനോട് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പം അവൻ റീസെൻ്റ്ലി ബിസിനസ്സൊക്കെ തുടങ്ങി, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കളക്ടറിനെയൊക്കെ വിളിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തി അവൻ സെറ്റായിട്ട് പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനുണ്ടാകുന്ന ഒരു അസൂയ കുശുമ്പ് എന്ന സാധനമാണ് എനിക്ക് നിങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊക്കെ മണ്ടത്തരം കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരും മണ്ടത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗപ്പെടുത്തുന്നു, യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിപ്പോൾ ചാനലുകാരാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, അപ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാവും, വീണ്ടും ലൈം ലൈറ്റിൽ സംസാരം, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂ കിട്ടും, അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും റീച്ച് ആകാം എന്നൊക്കെ ഉള്ള ആരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി അങ്ങനെ ഒരു സംഭവം നടക്കാം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇന്ന് രമ്യ ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ റിയാക്ഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു വേണമെന്ന്. ഓക്കെ, ആൾക്കാർ പറയുന്നുണ്ട് വേണം, ഞാൻ മാന്യമായിട്ടേ പറയത്തുള്ളൂ. പിന്നെ അതിലെ നീ തെറി പറയാത്തത് എന്താ? രേണു നിന്നെ ഇത്രയും പറഞ്ഞിട്ട് നീ എന്ത് തിരിച്ചു പറയാത്തതെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതിൻ്റെ റീസൺ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തോണ്ടൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറം ഞാൻ സംസാരിക്കും. ഒരാൾ അസുഖം വന്നിരിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും വെളിത്തനോ വെട്ടത്തനോ കാണിച്ചു കഴിഞ്ഞാലും എനിക്ക് പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ്, അല്ല വേറൊന്നുമില്ല. അല്ലാതെ രേണുക്ക് ജയ് വിളിക്കാനൊന്നുമല്ല, എനിക്ക് എന്തോ പോലെ. പക്ഷേ പറയാൻ പാടില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും, ഞാൻ പ്രതികരിക്കും, ഞാൻ എതിർക്കും തീർച്ചയായും. ഓക്കെ, പിന്നെ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമെന്നെങ്കിലും പറയാം, അല്ലേ പറയാം, നമുക്ക് നോക്കാം. രമ്യ ചേച്ചി പറ. എനിക്ക് തോന്നുന്നു രേണു ചേച്ചിയും കേൾക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തില് കുട്ടിയുടെ പേര് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനേക്കാളും കേൾക്കുന്നത് നീയാണ് ആങ്കർ കൊച്ചെ. കാരണം ഇമാതിരി അപരാധങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഇട്ട് ചോദ്യം ചോദിച്ച് നീ ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കി, അത് അവരുടെ അറിവോടുകൂടി ആവാം, അല്ലാതെ ആവാം, എങ്ങനെയായാലും നീ ഇതിൻ്റെ ഇടയിൽ നല്ല വലി വലിക്കുന്നുണ്ട്. ഇമാതിരി ഒരു കുണച്ചുകുത്തി ആങ്കർ. അവരുടെ കണ്ടീഷൻ പോലും മനസ്സിലാക്കാണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് അവസാനം എൻ്റെ നെഞ്ചത്ത് കൊണ്ട് വയ്ക്കുന്ന ആ ഒരു പരിപാടിയിൽ. പിന്നെ രേണുവിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ ആണെന്ന് തോന്നുന്നു. കാരണം പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ ബിസിനസ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, എന്നെ വലിച്ചിട്ട് എനിക്കെതിരെ എന്താ സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ആ കിച്ചു എന്ന് പറയുന്ന പയ്യനെ വലിച്ചിടാതെ, അവർ കൊച്ചു പയ്യൻ, അവൻ്റെ കരിയർ നോക്കി ഈ ഒരു ഏജിൽ തന്നെ അവൻ സ്വന്തമായിട്ടൊരു ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്ത് അവൻ അടിപൊളിയായിട്ട് പോകുമ്പോൾ അവിടെ അസൂയപ്പെട്ടിട്ട് കുശുമ്പപ്പെട്ടിട്ട് കാര്യമില്ല. അവനവൻ്റെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങളെല്ലാവരും കിച്ചുവിനെ ഫോക്കസ് ചെയ്ത് ഇൻ്റർവ്യൂ. ഇനി എന്തെങ്കിലും അവൻ ഒന്നുകൂടി പ്രതികരിക്കണം, അപ്പോൾ വീണ്ടും പറയണം ഞാൻ അവനെ വളർത്തി, 11ാം വയസ്സ് മുതൽ ഞാൻ അവനെ വളർത്തി എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങണം രാമായണം. പറഞ്ഞ വീട്ടുകാരെങ്ങനെ ഇതിനെ കാണുന്നേ? അതായത് അത് നേരത്തെ തൊട്ടേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പം നമ്മൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കും. നമ്മൾ ഇവളുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ആ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ, കാരണം ഓരോ ദിവസം ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം പുതിയ ടെസ്റ്റുകളുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൊണ്ട് കാണിക്കണം, അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വാങ്ങാൻ പോകണം, പിന്നെ മെഡിസിൻ ബുക്ക് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രോസസ്സിങ് ഇതിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല. വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തും സ്വന്തമായിട്ട് വീഡിയോ ഇട്ടും. എന്തോന്നാ രമ്യ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ, ഒന്നിനും സമയമില്ലെന്ന്. അണഞ്ഞിരുന്ന സാധനത്തിന് കുത്തിപ്പൊക്കി എനിക്കടക്കം ചൊറിച്ച് ഞാനിതെല്ലാം ഒരു കോമഡി ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ രേണു ഒന്നിനെ ചീത്ത വിളിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ദേഷ്യം വരുന്നില്ല, എനിക്ക് ചിരി വരുന്നത് ഇവള് ചീത്ത വിളിക്കുന്ന കാണുമ്പോൾ. സീരിയസ്ലി ഇപ്പോൾ എന്നെ ഒരുത്തൻ ചീത്ത വിളിച്ചാൽ തിരിച്ച് വിളിക്കാനുള്ള ഒരു ആരവം എനിക്ക് തോന്നുന്നു. എനിക്കത് തോന്നുന്നില്ല, ഇതെന്താ ഇങ്ങനെ എന്നേ ഞാൻ ചിന്തിക്കില്ല, ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. എനിക്കൊരു കോമഡി പീസായിട്ടാണ് ഞാൻ കാണുന്നത്, സീരിയസ്ലി. ഓക്കെ, ഇന്നലെ അതുപോലെ ശാരിക ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തോ എൻ്റെ പേരൊക്കെ എടുത്തിട്ട്
എന്തിനാ ഞാൻ എന്തോ മറ്റേ ഒളിച്ച് നടക്കണം? ഞാൻ എവിടെയാണ് ഒളിച്ചു നടക്കണം? ഞാൻ എൻ്റെ നാട്ടിലും റോട്ടിലും വീട്ടിലും എല്ലാം ഒരു മാസ്ക് പോലും വെക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ പൊതുവെ നടന്നു പോകുന്നത്. ചന്തയിൽ പോകുന്നത്, അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. എനിക്കാരെയും പേടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനില്ലാത്ത അവരാതൊന്നും ആരെയും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ പച്ചയ്ക്കാണ് ഇറങ്ങി നടക്കുന്നത്. ഞാൻ എന്തോ നാട് വിട്ട് ഒളിച്ചു മൂടി ആരും കാണാതെ നടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ഇതിൽ ശാരിക പറയുന്നത്, ശാരിക നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ പുറത്ത് അങ്ങനെ ഇടയ്ക്ക്, നീ ഒളിച്ചു കിടക്കായിരുന്നു എന്തോ. ഇതിന്റെ ഈ ഒരു വിഷമത്തിന്റെ ഇടയ്ക്കാവുന്ന നമ്മൾ കാര്യമാക്കുന്നില്ല. പിന്നെ പറയുന്നവർക്കൊരു സുഖം കിട്ടുമെങ്കിൽ അവരങ്ങ് പറഞ്ഞു. പരസ്യം വന്നു പറയുന്നവർക്ക് ഒരു സുഖം കിട്ടണമെങ്കിൽ പറയട്ടെ എന്ന്. എങ്കിൽ സുഖം കിട്ടുന്നവർ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കുഴപ്പമില്ലല്ലോ. ഇത് നോട്ട് ചെയ്ത് വെച്ചാണ് ഈ പോയിന്റ്. കുഴപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. വിഷമത്തിന്റെ ഇടയ്ക്കാവുന്ന നമ്മൾ കാര്യമാക്കുന്നില്ല. പിന്നെ പറയുന്നവർക്കൊരു സുഖം കിട്ടുമെങ്കിൽ അവരങ്ങ് പറഞ്ഞോട്ടെ. നമുക്കിവിടെ നിൽക്കാല്ലേ. ഇപ്പൊ 12 ദിവസത്തേക്ക് ചേച്ചി കീമോ കഴിഞ്ഞു കഴിഞ്ഞാല് ആവശ്യമായിരിക്കും. അതെ, ഒരു നെറ്റും പോയ ആ ഒരു 12 ദിവസം നിങ്ങൾ എങ്ങനെയാണ്? ചേച്ചിനെ കാണുമ്പോഴും വിഷമം വരും. അപ്പൊ ആ ഒരു അതെ, നമുക്കും വിഷമമുണ്ട്. അവള് കാരണം എഴുന്നേക്കത്തില്ല, ഫുഡൊന്നും കണ്ടിന്യൂസ് വോമിറ്റിങ്, ലൂസ് മോഷൻ, പിന്നെ അങ്ങനെ ഉറക്കമില്ല, രാത്രിയിലും ഉറക്കമില്ല. പിന്നെ ഞാനും അമ്മയും ഞങ്ങള് പിന്നെ അവർക്ക് ഈ വയ്യാഴി വന്നേ പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ ശരിക്കും ഇവിടെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കാം, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇത്രയും വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് രേണു കടന്നു പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ആങ്കറിന് കുറച്ച് ബോധമുണ്ട്. ഇത്രയും വേസ്റ്റ് സിറ്റുവേഷനായിട്ട് കടന്നു പോകുന്ന ഒരാളെടുത്ത്, ഒരു പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പാടുള്ള ചോദ്യങ്ങളാണോ ചോദിച്ചത്? ഇനി പോട്ടെ, ചോദിച്ചു. ആ കിച്ചുവിനെ എന്തിനാ വലിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ? എന്തിനാണ് കിച്ചുവിനെ ഇതിൻ്റെ ഇടയിൽ വലിച്ചിട്ട് അവിടെ ഒരു ചോദ്യം ചോദിച്ചു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചത്? ഇത്രയും സഹതാപം കാണിക്കുന്നു, രേണുവിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. എന്തൊക്കെ നാടകങ്ങൾ കാണണം. എന്നാൽ നിങ്ങളെല്ലാവരും ശരി, നമ്മളെല്ലാവരും തെറ്റി. എമ്മി ചേച്ചി സുഖമല്ലേ? ഹാപ്പി ആയിട്ടിരിക്കും, ഓണമൊക്കെ അല്ലേ, സമാധാനപ്പെടും. രേണുവിനൊന്നും സംഭവിക്കത്തില്ല. രേണു പൂർവാധികമല്ല, അതിൻ്റെ 16 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും അവള് എഴുന്നേറ്റിരിക്കും, കുറച്ചു നേരം അമ്മ ഇരിക്കും, അത് കഴിഞ്ഞ് ഞാൻ പോയിരിക്കും. അങ്ങനെയാണ് ഈ ഇത്രയും ദിവസം അങ്ങനെയാ. അവക്ക് ഉറങ്ങാൻ രാത്രിയിലും പകലൊന്നില്ലാതെ ഇങ്ങനെ വോമിറ്റിങ്, ബുദ്ധിമുട്ടും ക്ഷീണവും. ഒന്നാമത് ആരോഗ്യം കുറവല്ലേ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. എനിക്ക് വീഡിയോ കണ്ടിട്ട് ആരോഗ്യത്തിന് കുറവുള്ളതുപോലെ തോന്നിയില്ല. എന്നെക്കാൾ ആരോഗ്യമുണ്ട്. എനിക്ക് വയ്യ സത്യം. കുറച്ച് ദിവസമായിട്ട് തലവേദന. ഓക്കെ, നല്ല ഉണർവോടെയാണ് രേണു ഇരിക്കുന്നത്, പൂർവാധികം ശക്തിയോടെ. ആ ഒരു രേണു, ചിലവർ കമന്റിൽ ചോദിക്കുന്നു ഇവക്ക് അസുഖം ഉണ്ടോ എന്ന് വരെ. കാരണം അത്രയ്ക്കും ഇത് മനുഷ്യർക്ക് ഇങ്ങനെ തോന്നത്തോലും അത്രയും പൂർവാധികം ശക്തിയോട് കൂടിയാണ് രേണു നിൽക്കുന്നത്. നല്ലതാ അത്രയും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ. എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാൽ ഞാൻ ആ സെൻസിലേ എടുക്കുന്നുള്ളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നെ ഇപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, എന്നെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ ആ സെൻസിലെടുക്കും. ഞാൻ സ്ട്രൈക്കറാണ്, ഒന്നിനും വരത്തുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ ഇന്നവരെ എൻ്റെ ചാനലൊരു മനുഷ്യനൊരു ഞാൻ സ്ട്രൈക്ക് കൊടുത്ത ചരിത്രവുമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യത്തില്ല. എന്നെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ തിരിച്ച് പറയത്തുള്ളൂ. പിന്നെ രേണു ഞാൻ പറഞ്ഞില്ലേ, എന്നെ പറഞ്ഞത് അത് ഞാനതൊരു കോമഡി ക്യാരക്ടറായിട്ട്, കോമഡി പീസായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ കിച്ചുവിന് അവനെ വലിച്ചിടാതെ, അവൻ ഒരു പയ്യനല്ലേ, അവൻ ജീവിക്കട്ടെ, അവൻ്റെ ചെറുപ്രായമല്ലേ. ഓക്കെ, അവൻ ജീവിക്കട്ടെ. അവനെ വലിച്ചിട്ട് ചുമ്മാ കണവണെന്ന് പറയുമ്പോഴാണ് അവൻ നിങ്ങൾക്കെതിരെ ഒന്നിനും വരുന്നില്ല. നിങ്ങൾ പിന്നെ തീരെ അവനെ കുത്തി നോക്കുമ്പോഴാണ് അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നത്. ആ വരുന്നതോടെ രേണുവിൻ്റെ കാര്യത്തിൽ തീരുമാനം. അതാണ് സംഭവം. ഇപ്പം കൊണ്ട് ഈ ആരോഗ്യക്കുറവ് കാരണം കീമോയുടേതായ എല്ലാ സൈഡ് എഫക്ട്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ ഉറങ്ങാറില്ല. ഇപ്പൊ ഇവള് എഴുന്നേക്കുന്ന കൂടെയാണ്. ഒരു 12 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഉറങ്ങും. ആ സമയത്താണ് ഈ ബയോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, കുഴപ്പമില്ലായിരുന്നു. ഹസ്ബൻഡിനും കൂടെ സമ്മതം ഉള്ളതുകൊണ്ടാണല്ലോ. അല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് നോക്കാൻ ഇതിന്റെ അടുത്തൊരു വീട് റെന്റിന് എടുത്തായിരുന്നു. അന്നും ഇങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ തന്നെയാ. അവിടെ നിന്നും പോയി വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ തന്നെയാ. നമ്മള് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കൊടുക്കും, വാങ്ങും, അതൊക്കെ ഒരു ബാധ്യതയായിട്ടൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു കടമയുണ്ട്, നമ്മുടെ സഹോദരങ്ങളെ അല്ലെ മാതാപിതാക്കളെ നോക്കാന്നുള്ള ഒരു കർത്തവ്യം നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ അവര് നോക്കുമെന്നുള്ളതല്ല. വിളിക്കാത്തതല്ലേ അല്ലെ. ചേച്ചിയുടെ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങ് തകർന്നു പോകുന്നു. എന്താ വാക്കുകൾ, ചടുലമായ ഭാഷകൾ. എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാനത് മറന്നിട്ടില്ല. എനിക്കത് വിഷമമല്ല എന്നുണ്ടാക്കിയത്, എനിക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നിയതെന്ന്. എനിക്ക് വെറും പുച്ഛം. കാരണം ഇത്രയേ ഉള്ളൂ നിങ്ങളന്ന് ഞാൻ അന്ന് വിലയിരുത്തി.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരെയും കളിയാക്കരുത്. ഈ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ആരെയും ഒന്നും പറയാൻ പോകരുത്. കാരണം നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് രേണുവിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, രേണു കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളെല്ലാം ഞാൻ വലിച്ചേറി ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു അസുഖം വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ട്. പിന്നെയും കിടന്ന് കണവണമെന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷേ രമ്യ ചേച്ചി അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ അന്ന് നിങ്ങൾ പറഞ്ഞ എനിക്ക് സങ്കടമല്ല ഉണ്ടാക്കി, എനിക്ക് നിങ്ങളുടെ അടുത്ത് പുച്ഛമാണ് തോന്നിയത്. സീരിയസ്ലി ഞാനിന്ന് ആലോചിച്ചു, എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ലാസ്റ്റ് ഇറങ്ങിപ്പോയ സമയത്ത് തിരിഞ്ഞു നിന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയത്. ഓക്കെ, ഞാനും തിരിച്ച് 2 മറുപടി പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് മറക്കില്ല, ഒന്ന് ഓർത്തേക്ക്, നല്ലതാണ്. കിച്ചുവിന്റെ കാര്യത്തില് ഒരു സഹോദരി എന്ന നിലയിൽ ചേച്ചി അമ്മേനെ പോലെ സ്നേഹിച്ച, അമ്മ തന്നെയായിട്ട് സ്നേഹിച്ചിട്ട് ഉള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കാര്യത്തില് രമ്യ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കും ഞങ്ങള് അമ്മയെ പോലെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ അവനെ അന്ന് സുധിച്ചേട്ടൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ തൊട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാ കാണുന്നത്. പിന്നെ അവൻ എന്തുകൊണ്ടാ ഇങ്ങനെ, അതൊക്കെ ഓരോരുത്തരല്ലേ പേഴ്സണൽ, അത് എന്താ അതിന്റെ പിന്നിൽ എന്താണ് അത് അവനറിയാം. എന്താന്ന് നമുക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല. കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ വിളിക്കും, ഇവിടെ വരും, സംസാരിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ എന്താ പെട്ടെന്ന് ഒരു മാറ്റമൊന്നും അവള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അറിയത്തില്ല, അതിൽ എന്താന്ന് ഉള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ നിൽക്കട്ടെ, ഈ രമ്യക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, വാട്ട് എവർ എല്ലാം നിങ്ങളുടെ ഫാമിലി മാറ്റർ അറിയാമല്ലോ. എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പം എന്തിനു വന്നു ഈ കിച്ചുവിൻ്റെ കേസും 2 ആഴ്ചക്ക് മുന്നേയൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പം എന്തിനു വന്നു? ഈ ഒരു ഒറ്റ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയാൽ ഇൻ്റർവ്യൂക്കാർ കാശ് തരും, അതുകൊണ്ട് ചെയ്തോ, എന്താണ്? എനിക്ക് ആ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ബല ബെസ്റ്റ്, വേറെ ഒന്നും എനിക്ക് കിട്ടണ്ട, അത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആദ്യമൊക്കെ അന്ന് നമ്മള് ഈ മക്കളെ 4 പേരെ ഒന്നിച്ചായിരുന്നു അന്നും കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇവനിങ്ങനെ വന്ന് മാറിപ്പോയപ്പോ പിന്നെ അതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നീട് എപ്പോഴെങ്കിലും അത്രേ ഉള്ളൂ. ഇപ്പൊ കിച്ചു വരുന്നത് തന്നെ വീഡിയോ എടുക്കാനാണ്, അല്ലെങ്കിൽ വ്ലോഗ് എടുക്കാനാണ്. എന്താ പറയാ, കട്ടിലിന്റെ അടിയില് ഒരു അവാർഡിന്റെ ഇത് കിടക്കുന്ന. അപ്പൊ നിനക്ക് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചവളാ ഇവള്, ഈ ആങ്കർ. പഴയതെല്ലാം കുത്തിപ്പൊക്കുന്നുണ്ടാ, പഴയതെല്ലാം കുത്തിപ്പൊക്കി ഇതൊരു വിഷയമാക്കുന്നത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രേണുവിൻ്റെ കുടുംബം തന്നെ കേട്ടാ. ഓരോന്നിട്ട് ഇവള് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് ഈ ആങ്കർ. ഓക്കെ, ഓരോന്നും കുത്തിപ്പൊക്കി ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഇവളാണ്. പഴയ ട്രോഫിയിലെ കഥ വരെ അവൾ വിളിച്ചു പറഞ്ഞത് എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നിങ്ങൾ രേണു ആൻഡ് ഫാമിലി മണ്ടന്മാരും മണ്ടികളുമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഈ രേണുവിനെ വച്ചിട്ട് അന്നും കുറേ എണ്ണം കൂടെ നടന്ന് മുതലാക്കിയിട്ടുണ്ട്. ഇന്ന് ഇൻ്റർവ്യൂ എന്ന പേരിൽ വന്നിട്ട് അവർ മുതലെടുപ്പ് നടത്തുകയാണ്. അവരുടെ കണ്ടന്റ് റീച്ച്, ഞാനും അതിന് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ, റീച്ച് തന്നെയാണ് നമ്മുടെ ഫാക്ടർ. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ട് പഴയ കാര്യങ്ങളട്ടക്കം ഓരോന്ന് കുത്തിപ്പൊക്കി ചോദിക്കുന്ന ഈ ആങ്കർ, ചാനൽ വരെ ഞാൻ കുറ്റം പറയില്ല, ആങ്കർ അവളാണ് നല്ല പൊടിച്ച സാധനം. ഇവളാണ് യഥാർത്ഥ ആങ്കർ. മനഃപൂർവ്വം ഒരു പണി തരാൻ വേണ്ടി ചെയ്ത പോലെ കണക്ക് ഫീൽ ചെയ്യുന്നു. ഞങ്ങള് അന്ന് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു, കാരണം അവൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മളോട് അതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അന്ന് ഇവൻ ഇങ്ങനെ ഇത് വന്ന് ഇട്ടപ്പോഴും അപ്പൊ ഈ പിള്ളേര് കുഞ്ഞാ, അത് മഴ സീസൺ ആയിരുന്നു അന്ന്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വെക്കാൻ ഷെൽഫും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ. അന്നേരം ഈ പിള്ളേര് വീട്ടിൽ അതെല്ലാം കൂടെ എടുത്ത് നിരത്തി ഇടുക എന്തോ ചെയ്ത്. അന്നേരം പൊന്നു രമ്യേ, അതിനെപ്പറ്റി ന്യായീകരിക്കരുത്. കണ്ടതാ, അവളുടെ ട്രോഫിയെല്ലാം മേശപ്പുറത്തും സുധിയേട്ടൻ്റെ ട്രോഫിയെല്ലാം കട്ടിൻ്റെ അടിയിൽ. എന്നെ കൊണ്ട് വീണ്ടും പഴയതിലോട്ട് പോയിപ്പിക്കരുത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പൊട്ടുന്ന പ്രേക്ഷകരാണ്, നമ്മൾ ഇതെല്ലാം കണ്ടോണ്ടിരുന്നവരാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കിച്ചു വന്നപ്പം അത് കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നത്. നമുക്ക് പറഞ്ഞപ്പോ ഞാൻ അന്നേരം കിച്ചുവിന് ഞാൻ ഓർത്ത എന്നാ ഇവൻ ശ്രദ്ധിച്ചു കാണത്തില്ല. ഇവ ശ്രദ്ധിക്കാതെ ഇന്ന് കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്, കിച്ചു ഇത് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ എന്തുവാടെ ഇതിന്റെ ഇടയിൽ കൊണ്ട് പരസ്യം 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് പോലും വിചാരിക്കുന്നത്. അല്ല, അവനതൊന്നും അറിഞ്ഞോണ്ടല്ല. കണ്ട, ഇപ്പോഴും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അവനെ കുറ്റപ്പെടുത്തണം, എന്നിട്ട് നിങ്ങളെല്ലാവരും നല്ലവര്, നമ്മള് പാവങ്ങള്, അവനാണ് അങ്ങനെ ചെയ്ത്. ഈ ഒരു സാധനം നിങ്ങളെ മണ്ടന്മാരാക്കി കുറച്ച് കാശ് നക്കാപ്പിച്ച് ഇട്ട് തന്നിട്ട് മുതലെടുപ്പ് നടത്തുകയാണ് സജി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പാൻ വയ്യ.
ഇവിടെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഞാൻ കുറ്റക്കാരനാവും, ബാക്കിയുള്ളവർ കുറ്റക്കാരാവും. നമ്മളെല്ലാം കേടുകെട്ടന്മാർ, നിങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെ വെച്ച് മുതലെടുപ്പ് നടത്തുന്നവരെല്ലാം കേമന്മാരും കേമികളും. സൂപ്പർ. അറിയാതെ വീഡിയോ എടുത്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്രയും മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. പെട്ടെന്ന് ഒരു തിരിച്ചില് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്താന്ന് ചേച്ചിക്ക് ഫീൽ ചെയ്യണേ? അതായത് ഇവര് തമ്മിൽ പേഴ്സണലി വലിയ ഗ്രഡ്ജോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് വരുമ്പോഴേക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അത് എന്താന്ന് മനസ്സിലാവില്ല, പക്ഷെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ എന്തായിരിക്കാം. ഒരുപാട് പേര്, ഇപ്പൊ രേണുവിനെ ഉൾപ്പെടെ ഒരുപാട് പേരെ മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗറുണ്ട്, ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം പറയേണ്ട കാര്യമില്ല. ഇനി ഇത് പറഞ്ഞെന്നും പറഞ്ഞ് അവരിനി എന്താ പറയുന്നത്. അപ്പം അന്ന് അവരൊരു ദിവസം ഇങ്ങനെ കിച്ചുവിന്റെ അടുത്ത് ചെന്ന് അന്ന് അവരൊരു ഇത് വീഡിയോ ഫോട്ടോ ഏതോ ഇട്ടായിരുന്നു, കാണുന്നവര് കാണട്ടെ ഒരു പൊട്ടട്ടെന്ന് പറഞ്ഞ് അതിന് അവരെ കൺവിൻസ് ചെയ്തായിരിക്കും. നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്താ സംഭവിച്ചത്. അത് പിന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ അറിയാമല്ലോ അതിന്റെ പുറകിൽ ആരാന്നുള്ളത്. അല്ല ഞാനിപ്പോഴും നമ്മൾ ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾക്ക് തോന്നും എന്താ ഇത്, ആ ഒരു ചേച്ചിക്ക് എന്താണ് ഇവിടെ, ഇപ്പൊ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഓഫ്കോഴ്സ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ തോന്നും ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടന്റ് ഓക്കെ, റീച്ച് ഓക്കെ, പൈസ ഓക്കെ, പക്ഷെ ഒരാളെ ക്രൂശിക്കുന്നതിന് മുരളി നീ എന്നാത്തിനാ ഇപ്പൊ പോയിരിക്കുന്നത് കെട്ടിയിരുന്നള്ളി? കണ്ടന്റ് റീച്ചും കാശുമില്ല, അതിന് വേണ്ടിയിട്ടുള്ള പഴയ കാര്യങ്ങളടക്കാം, ട്രോഫിയുടെ കേസും മറ്റൊരു ഫോട്ടോ എടുത്ത കേസും ഇതെല്ലാം കുത്തിപ്പൊക്കി ചൊറിഞ്ഞ് ഇപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് മെഴുകുന്നത്. നമ്മൾ പൊട്ടന്മാരല്ല കേട്ടോ കണ്ടോണ്ടിരിക്കണമാര്. അയ്യേ, ഇന്ന് ഈ പറയുന്ന ഓരോരുത്തരുടെ വലയിൽ വീഴുകയാണ് സത്യം പറഞ്ഞ രേണുവിന്റെ ഫാമിലി. ഓക്കെ, ഈ രമ്യ ഇപ്പൊ ആവശ്യമില്ലാതാണ് ഈ മണ്ടത്തരം കാണിച്ചു കൂട്ടുന്നത്. എന്ത് ചോദിച്ചാലും പഴയ കാര്യങ്ങൾ ചോദിച്ചാലും എടുത്തു വെച്ച് അങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കിച്ചുവിന്റെ നെഗറ്റീവ് ആവും, അവൻ പ്രതികരിക്കും, അപ്പൊ വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാവും. ഇതാണ് അവരുടെ ഇന്റൻഷൻ. ഓക്കെ, ഇതിന്റെ ഇടയിൽ എന്നെയും ചൊറിഞ്ഞു വിട്ടു. ഞാൻ എന്ത് പാപം ചെയ്ത്? തെറ്റ് ചെയ്യാത്തവരായ ആരാണ് കോബ്? വിട്ടില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഈ വ്ളോഗേഴ്സിന്റെ കുത്തുവാക്കളും ഈ ഒരു സൈബർ ബുള്ളിങ്ങും ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് രേണുവാ. എനിക്ക് അങ്ങനെ ഒന്ന് ആ കൂടെ ഒന്നും അറിയാതിരിക്കുന്ന ഞങ്ങളുടെ പേരൻസ്, ഞാന്, കുഞ്ഞുങ്ങള് പോലും ഒന്നും അറിയത്തില്ല, നിഷ്കളങ്കരായ കുഞ്ഞു. രമ്യ മണ്ടരാണ് നിങ്ങൾ. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങളെ മണ്ടത്തികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാദ്യം മനസ്സിലാക്കി. ഓക്കെ, ഒരു ചാനലിൽ കുറച്ച് കാശും തന്ന ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വിഴുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളാണ് ഏറിപ്പോകുന്നത്. അതാദ്യം മനസ്സിലാക്കണം. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലാത്ത എന്റെ കുറ്റമല്ല. കുഞ്ഞുങ്ങള് പോലും അതില് ബാധിക്കപ്പെട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കാശും റീച്ചും ആയിരിക്കും, അത് തന്നെയാ കാരണം, അല്ലാതെ വേറൊന്നും ആയിരിക്കത്തില്ലല്ലോ. ഇപ്പൊ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, അച്ഛനും അമ്മയും സമാധാനമായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ. ഓക്കെ, രേണു പറയണല്ലോ എന്തോ ജോതനമായിട്ട് മാറിക്കൊണ്ടിരുന്നു. ആ സ്പ്രേ ബോട്ടിലിന്റെ കേസിൽ എന്തായിരുന്നു? ഒടിഞ്ഞു പൊട്ടിച്ചു എന്നുള്ളത് അതിന്റെ സൂക്ഷിച്ച് അതിന്റേതായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്പ്രേ ബോട്ടിലിയുടെ ചരിത്രം മൊത്തം പഴയതിലോട്ട് പോയല്ലോടെ. ഇതെങ്ങോട്ടാ പോകുന്നേ? ഇതെവിടെയാ എത്തിയേ? ധാരാ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കത് നമ്മുടെ ദേഹത്തടിക്കുന്ന സ്പ്രേ ബോട്ടിലല്ല ഒന്നാമത്തെ കാര്യം. അത് അദ്ദേഹത്തിന്റെ വിയർപ്പും അല്ലെങ്കിൽ ആ മരണ സമയത്തുണ്ടായ ഷർട്ടാണ്, ഇത്ത ഷർട്ടാണല്ലോ. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യം ചുമ്മാ അറിഞ്ഞില്ല. ഞാൻ പറയുന്നവര് ഇതല്ലല്ലോ, ഇതിനേക്കാളും അപ്പുറം ചിലപ്പോ ഇത് കഴിയുമ്പോ പറയും. സർജറി വരുന്ന കാര്യം ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. സർജറി തന്നെ അവരെല്ലാം തീരുമാനിച്ച് ഇത്ര കൂടുതലായത് കൊണ്ട് ഫുള്ള് റിമൂവ് ചെയ്യണം. അതായത് ഒരു ബ്രസ്റ്റ് ഫുള്ളും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, സേവ് ചെയ്ത് പറ്റില്ല എന്ന് ആദ്യം നമുക്ക് അങ്ങനെയാണ് അവര് പറഞ്ഞത്. പക്ഷെ ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് രേണു നീ എന്ന് നിനക്കറിയാം. പക്ഷെ നീ ജീവിതത്തിൽ വീണ്ടും മണ്ടത്തരമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരെ എടുത്തിട്ട് പൊങ്കാലയിടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കുറച്ച് കാശാ വല്ലതും തരുമ്പോൾ മണ്ടത്തരമാണ് എൻ്റെ ജീവിതം, എൻ്റെ ഘോഷയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നീ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, ഏറിപ്പൊക്കോണ്ടിരിക്കുന്നു. ഒരു മാറ്റമില്ല. ഉള്ള കാര്യം ഇതിൽ പറയാം. ഇത് മണ്ടത്തരം എന്ന് മാത്രം പറഞ്ഞ് എഴുത്തള്ളാനും പറ്റുന്നില്ല. ഇത് വിവരക്കേട് കൂടിയാണ്. നിങ്ങളെ വെച്ച് നിങ്ങളെ മുതലെടുപ്പ് നടത്തുന്നു എന്ന് ഞാൻ പണ്ടേ പറയാം, അല്ലേ? ഞാൻ പണ്ടേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നീ നാട്ടുകാരുടെ വായിലെന്ന് കേൾക്കുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. കാരണം ആ ചെറുക്കനെ നീ വലിച്ചിടുന്നു. ആ ചെറുക്കൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവനെ നീ പല പ്രാവശ്യം ട്രാക്ക് ചെയ്തു, നിന്നെ കാണാൻ വന്നില്ല, അത് ഇതൊക്കെ നീ വീഡിയോയിലൂടെ പറയുകയും, നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തിരുന്ന് പറയാം. പക്ഷെ അത് വീഡിയോയിലൂടെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് നാട്ടുകാർ കേൾക്കുന്നു എന്നുള്ളൊരു സാമാന്യ ബോധം നിനക്ക് വേണം. ആ ബോധം നിനക്കില്ലാത്തതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ കിടന്ന് തുപ്പുന്ന അവസ്ഥയിലെത്തിയത്. മനസ്സിലായോ? ആ ബോധം നിനക്കില്ല.
കാരണം എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് ബോധമില്ല. പക്ഷെ നിന്നെ വെച്ചിട്ട് നിന്റെ കൂടെ നിൽക്കുന്നത് പോലെ അഭിനയിച്ച് പലരും നിന്നെ സമീപിച്ചിട്ട് നമുക്ക് അത് ചെയ്യാം, കേസ് കൊടുക്കാം, ഇത് ചെയ്യാം, മറ്റത് ചെയ്യാം, മറിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രസ് മീറ്റും അതും ഇതുമൊക്കെ വിളിച്ചിരുത്തി വന്നിരിക്കുന്നവരെല്ലാവരും ഇൻറ്റൻഷ്യലി അവരുടെ റീച്ചാണ് നോക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയണേ, ഞാൻ കാശിന് വേണ്ടി റീച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. കാശിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. പലപ്പോഴും നിന്നെ വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി. പക്ഷേ ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. പഴയ കാര്യങ്ങളടക്കം ഇപ്പോൾ സ്പ്രേ ബോട്ടിൻ്റെ കാര്യങ്ങളടക്കം പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വിവാദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ അറിവോട് കൂടിയാണോ അല്ലാതെ പ്ലാനിങ് ആണോ എന്താണെന്ന് അറിയില്ല, മൊത്തത്തിൽ നിങ്ങൾ തന്നെ ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് സമൂഹത്തിലോട്ട് ഇടുകയാണ്. ഞങ്ങളെ പറയൂ ആ ഒരു സെറ്റപ്പ്. നിങ്ങൾ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പറയും നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അവർക്ക് ഇങ്ങനെ പണി കൊടുക്കാം. മണ്ടന്മാരാകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടെ നിൽക്കുന്നവരെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് നോക്കുന്നത്. സത്യം പറയല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒറ്റ മനുഷ്യൻ നിങ്ങളോടൊന്നും ഒരു ഇതുമില്ല. അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നു. കുറച്ച് കാശ് അങ്ങോട്ട് തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്നേഹം കൊണ്ട് തന്നെന്ന്. തരുന്നു, അതിൻ്റെ റിട്ടേൺ അവർ ഒപ്പിക്കുന്നു. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം രേണുവിൻ്റെ ഇത് വെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശാരികയ്ക്കും വ്യൂവർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും വ്യൂവർഷിപ്പ് കിട്ടും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാദ്യം ചിന്തിക്കുക, മനസ്സിലാക്കുക. മണ്ടത്തരങ്ങൾ കാണിച്ച് വീണ്ടും പൊട്ടിത്തെറിച്ച് ഇൻ്റർവ്യൂകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ് വെള്ളത്തിലാകുന്നത്. അതേ ഞാൻ പറയത്തുള്ളൂ. വീണ്ടും നാട്ടുകാട്ട് തെറി വിളിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു വ്യക്തിക്ക് ഒരു അസുഖമായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ തെറി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒട്ടുമിക്ക ഒരു 99% അല്ലെങ്കിൽ 90% ആൾക്കാരും ഇവർക്കെതിരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു അസുഖമാണ് അതും ആർക്കും നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുതേന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അസുഖം. ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും നേരെ സപ്പോർട്ട് ചെയ്യാനില്ല, കുറച്ച് പേര് മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയെങ്കിൽ അത് നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ നാക്ക്. ഓക്കെ, അതാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എത്തിച്ച. സഹതാപം തോന്നി എല്ലാ മനുഷ്യനെ കൊണ്ട് കരണത്ത് അടി വാങ്ങിപ്പിച്ചവരാണ് രേണു. ഓക്കെ, ഒരു സമയം എല്ലാവരും സഹതാപത്തോട് കണ്ടു. പക്ഷെ രേണു മണ്ടത്തരങ്ങൾ വീണ്ടും കാണിക്കുന്നു. ആരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അത് അതുപോലെ ചെയ്യുന്നു. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാറില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. ആരൊക്കെ പറയുന്നു ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇപ്പോൾ അത് റീച്ച് ഉണ്ടാക്കാം, മറ്റുണ്ടാക്കാം, കാശ് ഉണ്ടാക്കാം. ഇൻറ്റൻഷ്യലി ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന കാശ് നിങ്ങൾ മണ്ടത്തരത്തിലൂടെ ഉണ്ടാക്കി അതിനെ വെച്ച് നിങ്ങളെ കൂടെ ഒന്ന് മുതലെടുപ്പ് നടത്തുന്നവരാണ് ഭൂരിപക്ഷം. മനസ്സിലാക്ക്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇനിയും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും, സംസാരിക്കും. പക്ഷേ അതെൻ്റേതായ ഒരു രീതിയിലായിരിക്കും. ഈ വീഡിയോ എനിക്ക് സീരിയസ് ആയിട്ടൊന്നും ചെയ്യണമെന്ന് തോന്നി. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ ചിരിക്കാനുള്ള വകുപ്പൊന്നും ഞാൻ ചുമ്മാ കണവണമെന്നൊന്നും പറയാത്തത്. കാരണം രമ്യയുടെ വാക്കുകളും കൂടി കേട്ടപ്പോൾ ഈ ആങ്കർ ഇട്ടിട്ട് പഴയ കാര്യങ്ങൾ ഓരോന്ന് കിണ്ടി ചോദിക്കുന്നു. രമ്യക്കാലും ബോധമില്ല, ചുമ്മാ അങ്ങ് അതുപോലെ എല്ലാം പറഞ്ഞു. ഇത് നാട്ടുകാർ കാണുന്നു, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തെറികൾ കിട്ടുന്നു, നാട്ടുകാർ ജഡ്ജ് ചെയ്യുന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല. കുറച്ച് നക്കാപ്പച്ചിട്ട് ചിലപ്പോൾ 10,000, 25,000, ഇനി 1,00,000 എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നിട്ട് അവരത് വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ്. പുതിയ കോൺട്രവേഴ്സി ഉണ്ടാക്കും. അവർ അടുത്ത ആൾക്കാരുടെ ഇൻ്റർവ്യൂ എടുക്കും. അങ്ങനെ അവർ ആ കാശ് റിട്ടേൺ അതിൻ്റെ ഇരട്ടി പിടിക്കും. മണ്ടത്തരം കാണിച്ചിട്ടല്ല ആണത്തം കാണിക്കേണ്ടതെന്ന് ഒരു ചൊല്ലുണ്ട്. നമ്മുടെ പോക്കിരാജ് സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കൂടെ സായികുമാർ പറയുന്നതാണ്. സായികുമാർ അല്ലല്ലോ, സിദ്ദിഖ് പറയുന്നതാണ്. ആ ഒരു ഡയലോഗാണ് എനിക്ക് സാഹിത്യത്തിൽ ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ശരി, കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്.